അമേരിക്കയിൽ നല്ലൊരു ധനികനായ മനുഷ്യൻ താൻ ഒരു ബാർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതല്ലെങ്കിൽ മദ്യശാല നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ മനുഷ്യനെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് യേശുവിനെ പ്രസംഗിക്കുന്നവരോ യേശുവിനെ പ്രാർത്ഥിക്കുന്നവരോ തൻ്റെ അടുത്തോ ആ പരിസരത്തോ വരുവാൻ പാടില്ല എന്നാണ് തൻ്റെ കർക്കശമായ നിയമം. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയും ഒരു മനുഷ്യൻ ദൈവസ്നേഹം മറ്റുള്ളവരോട് അറിയിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ആ ബാറിനകത്ത് പോയി. അത് വെറും ബാറല്ല, വൈകുന്നേരങ്ങളിൽ അതിനകത്ത് പാപപ്രവർത്തികൾ നടക്കത്തക്ക രീതിയിൽ അത്രമാത്രം മോശമായി ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യമുള്ള ഇടം. അവിടെ പോയി യേശുവിൻ്റെ വചനം പറയുവാൻ തുടങ്ങിയപ്പോൾ അനേകർ ആശ്ചര്യത്തോടെ നോക്കി, കുറെ പേർ മനസ്സിലെഞ്ഞ് കരയുവാനിടയായി. എന്നാൽ ആ മനുഷ്യൻ മാത്രം ആഘോഷിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ നേരെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ ഒരു നിമിഷത്തിൽ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും, അതല്ലെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞു. ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തനിക്കുണ്ടായിരുന്ന മകൻ അവിടെ നിന്ന് നിലവിളിക്കുന്ന ഒരു ശബ്ദം കേട്ടു. ആ മകൻ നടക്കുവാൻ കഴിയാത്ത വീൽ ചെയറിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരു യൗവനക്കാരനായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ മകൻ ആ വീൽ ചെയറിൽ നിന്നും വീണ് താഴെ കിടക്കുന്നതായി കണ്ടു. ആ കണ്ട മനുഷ്യൻ ഓടി ആ മകന്റെ അടുത്തേക്ക് കടന്നു വരുന്നതോ ആ മനുഷ്യൻ കാണത്തക്ക രീതിയിൽ തന്നെ ആ മകൻ അവിടെ കിടന്ന് നിലവിളിക്കുന്നു. അടുത്ത നിമിഷം ആ മകൻ അവിടെ നിന്ന് എഴുന്നേൽക്കുവാനിടയായി. ഇതുവരെ ജനിച്ചിട്ട് നടക്കാത്ത മനുഷ്യൻ, ആ യൗവനക്കാരൻ ആ വീൽ ചെയറിൽ താഴെ വീണ നിമിഷം മുതൽ അവൻ അവിടെ നിന്ന് ദൈവനാമത്തിൽ എഴുന്നേറ്റ് നടക്കുവാനിടയായി. ഹല്ലേലൂയ. ഇത് കണ്ട ആ പിതാവ്, അതല്ലെങ്കിൽ ആ ബാറിനുടമ എന്ത് ചെയ്തെന്നറിയോ? അലറിക്കരഞ്ഞുകൊണ്ട് ആ ദൈവദാസന്റെ പാദപീഠത്തിൽ കടന്നു വന്നു. ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ ഇനി ജീവിക്കുന്നത് യേശുവിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. പിറ്റേന്ന് ആ ബാറിന്റെ ഫ്രണ്ടിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു, ഇത് മദ്യശാലയല്ല, ദൈവത്തെ അറിയിക്കുന്ന ഒരിടമായി മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. ഏത് മനുഷ്യനെയും മാറ്റുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. ഹല്ലേലൂയ. നാം നമ്മുടെ കുടുംബത്തെ നോക്കി, സാഹചര്യങ്ങളെ നോക്കി അസാധ്യമെന്ന് പറഞ്ഞേക്കാം. എന്നാൽ കർത്താവ് പറയുന്ന ഒരു കാര്യം, അവൻ സകലവും സാധ്യമാക്കുന്നവൻ.